ഹായ്, നെക്സ്റ്റ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോഷ്യൻ ടെസ്റ്റ് ആണ്. അപ്പം കോഷ്യൻ ടെസ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. അപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച് നിർത്തിയ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത് കോഷ്യൻ ടെസ്റ്റിനെ പറ്റിയാണ്. അപ്പം എങ്ങനെയാണ് കോഷ്യൻ ടെസ്റ്റിലെ പ്രോബ്ലം ചെയ്യുന്നത്? നാച്ചുറലി കോഷ്യൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് രണ്ട് സീരീസ് വേണം. പക്ഷെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് തരത്തുള്ളൂ, ആ ഒറ്റ സീരീസിനെ പറിച്ചേ പറയത്തുള്ളൂ. രണ്ടാമത്തെ സീരീസ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ആ സീരീസിനെ എങ്ങനെ കണ്ടുപിടിക്കണം, ഓക്കെ, എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് കൺവേർജ് ആൻഡ് വിച്ച് ഡൈവേർജ്? മൂന്നെണ്ണം തന്നിട്ടുണ്ട്, മൂന്ന് ക്വസ്റ്റ്യൻ ഒന്നിച്ചാണ് എന്തിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ കൺവേർജ് ചെയ്യും, ആരൊക്കെ ഡൈവേർജ് ചെയ്യും? നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 3/4 plus 5/9 plus 7/16 plus 9/25 plus etc. അതിനെ അവർ സമ്മേഷൻ ഫോമിൽ ആക്കിയിട്ടുണ്ട്. നമുക്കവിടെ ജോലിയില്ല, ജോലി കുറവാണ്. കാരണം അവർ തന്നെ ഡയറക്റ്റ് അതിനെ സമ്മേഷൻ ഫോമിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ? സിഗ്മ n = 1 to infinity 2n+1 by n+1 whole square തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. എന്ത്? അതിന് വേണമെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? സിഗ്മ n = 1 to infinity 2n+1 divided by n+1 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാ? n² plus 2n+1 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതേ ഇത് മാത്രമേ തന്നിട്ടുണ്ടാകത്തുള്ളൂ. ഇത് ഇത്രയും ഭാഗം, ഇത്രയും മാത്രമേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഇത് മാത്രമേ തരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം അത് കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഈ നടുക്ക് കിടക്കുന്ന ആളായിരിക്കും തരുന്നത്. അപ്പൊ ഏത് രീതിയിൽ തന്നാലും നമ്മളെ അല്ലെ സീരീസിന് ഡീറ്റെയിൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ സമ്മേഷൻ ഉപയോഗിച്ച് എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതിനുള്ള പരിപാടി വളരെ എളുപ്പമാണ്. എന്താണിത്? ഇവിടുത്തെ ടേംസ് നോക്കി, ന്യൂമറേറ്റർ വന്നിരിക്കുന്നത് 3, 5, 7, 9. അത് കാണുമ്പോഴേ അറിയാം അതിന്റെ ഫോം എന്താണ്, 2n+1 ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 വരും. എന്നിന് 2 കൊടുക്കുമ്പോൾ 5, 3 കൊടുക്കുമ്പോൾ 7, അല്ലെ 4 കൊടുക്കുമ്പോൾ ഈരിയ. സോ നമുക്ക് അതിന് ന്യൂമറേറ്റർ 2n+1 എന്ന് കൊടുക്കാം. ഇനി താഴെ എന്താണ് വന്നിരിക്കുന്നത്? സ്ക്വയേഴ്സ് ആണ്. 2², 3², 4², 5². സോ നമുക്ക് അതിനെ എന്ത് എഴുതാം? n+1² എന്ന് എഴുതാം. കാരണം എന്നിന് 1 കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 2² വരുന്നത്. എന്നിന് 2 കൊടുക്കുമ്പോൾ 3². സോ 2n+1 ഡിവൈഡ് ബൈ n+1 ഹോൾ സ്ക്വയർ. ഈ n+1 ഹോൾ സ്ക്വയർ നമുക്ക് n² plus 2n+1 എഴുതാം. സോ നമുക്ക് ഏത് വന്നാലും നമുക്ക് എഴുതാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ആക്ച്വലി വേണ്ടത് കോഷ്യൻ ടെസ്റ്റ് എന്താണ് വേണ്ടത്? നമുക്ക് ആ റോ കണ്ടുപിടിക്കണം. റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് n tends to infinity un/vn. ശരിയാണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് un ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ un ആരാ? un is 2n+1 divided by n+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതണ്ട. പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? n² plus 2n+1 എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടുന്ന് vn കണ്ടുപിടിക്കണം. ഈ vn കണ്ടുപിടിക്കുന്നതാണ് ചെറിയൊരു ജോലിയുള്ളത്. എങ്ങനെ vn എടുക്കണമെന്ന് അറിയോ? ഞാനൊരു എളുപ്പ വഴി പറയാം. ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്ററിൽ വലിയ സംഖ്യ വരാൻ പോണ ആരാണ്? ഈ 2n ആയിരിക്കത്തില്ലേ? കാരണം എന്നിന് വാല്യൂ കൊടുക്കുമ്പോൾ അല്ലെ 2n ആകുമ്പോഴത്തേക്ക് എന്നിന് 1 കൊടുത്താൽ 2, എന്നിന് 2 കൊടുത്താൽ 4, എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 6, എന്നിന് 4 കൊടുത്താൽ 8. അപ്പം വലിയ ക്വാണ്ടിറ്റി വരുന്ന ഈ 2n ആണ്. സോ നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റി തരുന്ന 2n എങ്ങ് എടുക്കുന്നു. ഡിനോമിനേറ്ററിൽ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി വാല്യൂ തരുന്ന ആരായിരിക്കും? n² ആയിരിക്കും. നിങ്ങൾ ആലോചിക്കേ, എന്നിന് 100 കൊടുക്കുന്നു. 100² എന്ന് പറഞ്ഞാൽ എത്രയാ? 10,000. പക്ഷെ 2 × 100 എത്രയാണ്? 200 അല്ലെ? അപ്പൊ നോക്കി, ഇവിടെ വലിയ ക്വാണ്ടിറ്റി തരുന്ന ആരാണ്? n² ആണ്. അതുകൊണ്ട് നമ്മൾ ആ n² എടുക്കുന്നു. പിടിയാ നമ്മള്. അപ്പം vn ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? vn ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് 2n എടുക്കുന്നു, ഡിനോമിനേറ്ററിൽ നിന്ന് n² എടുക്കുന്നു. ഇത് വെട്ടിപ്പോയാൽ എന്ത് വരും? 2/n. നമ്മൾ 2/n എന്ന് പറയുന്ന സീരീസ് നമ്മൾ കാണാറില്ല. പക്ഷെ പകരം എന്ത് കാണാറുണ്ട്? 1/n എന്നുള്ള സീരീസ് നമുക്കറിയാം. സോ 2/n 2 അങ്ങ് എടുത്ത് കളഞ്ഞു, കുഴപ്പമില്ല. 1/n എടുക്കുന്നു. ഈ 1/n നമ്മൾ വിളിക്കുന്ന പേരാണ് vn. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ vn ഫോം ചെയ്യേണ്ടത്. മനസ്സിലായ? നമ്മുടെ അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് vn കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വലിയ വാല്യൂസ് എടുക്കുക. ന്യൂമറേറ്ററിൽ നിന്ന് വലിയ ആൾ എടുക്കുന്നു, 2n എടുക്കുന്നു. ഡിനോമിനേറ്ററിൽ നിന്ന് വലിയ ആൾ എടുക്കുന്നു, n² എടുക്കുന്നു. സോ അത് 2/n എന്ന് വരും. പക്ഷെ 2/n എന്ന് പറയുന്ന സീരീസ് ഇല്ല. പക്ഷെ 1/n എന്ന് പറയുന്ന സീരീസ് ഉണ്ട്, സിഗ്മ 1/n. സോ ആ 1/n നമ്മൾ എന്ത് വിളിച്ചു? vn എന്ന് വിളിച്ചു. അങ്ങനെയാണ് പ്രോബ്ലം പോകുന്നത്. കണ്ടോ? അപ്പം നോക്കിയേ, un നമുക്കുണ്ട്, vn നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ vn 1/n എങ്കിൽ സിഗ്മ n = 1 to infinity vn എന്ന് വെച്ചാൽ ആരാ?
ആ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n. ഇത് നമുക്കറിയാം. ഇയാൾ എന്ത് ചെയ്യും? ഇതൊരു ഡൈവർജന്റ് സീരീസ് ആണെന്ന് അറിയാം. ഇതൊരു പി സീരീസ് അല്ലേ വിത്ത് പി ഈക്വൽ ടു 1. സോ ഇത് ഡൈവേർജ് ചെയ്യും നമുക്കറിയാം. ഇനി നമ്മൾ un/vn കണ്ടുപിടിക്കണം അല്ലെ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un/vn കണ്ടുപിടിക്കണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un/vn കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ un എന്താ? un എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n + 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 2n + 1 അതല്ല un. ഇനി vn എത്രയാ? vn എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/n. ഇനി ഇത് മുകളിലേക്ക് പോവാ. അപ്പൊ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n + 1 ഡിവൈഡ് ബൈ n സ്ക്വയർ പ്ലസ് 2n + 1. 1/n മുകളിൽ പോകുമ്പം n. ശരിയല്ലേ? അപ്പൊ ഈ n ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ന്യൂമറേറ്ററിൽ 2n സ്ക്വയർ പ്ലസ് n അല്ലെ. അതാണ് ഈ കിടക്കുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n സ്ക്വയർ പ്ലസ് n ഡിവൈഡ് ബൈ n സ്ക്വയർ പ്ലസ് 2n + 1 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണ് കിട്ടി. ഇനി അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ വലുത് വന്നിരിക്കുന്ന എന്നിന്റെ പവറിൽ വലുത് വന്നിരിക്കുന്ന ആരാണ്? n സ്ക്വയർ. ആ n സ്ക്വയർ അങ്ങ് പുറത്തെടുക്കണം. ഒരു എളുപ്പവഴി ഞാൻ പറയുന്നത്, അവിടുന്ന് ആ n സ്ക്വയർ അങ്ങ് എടുക്കുക. അപ്പൊ ന്യൂമറേറ്ററിൽ നിന്ന് n സ്ക്വയർ എടുത്താൽ മിച്ചം എന്ത് വരും? 2 പ്ലസ് n n സ്ക്വയർ കൊടുത്താൽ എന്ത് വരും? 1/n. ഇനി ഡിനോമിനേറ്ററിലും വലുതാരാണ്? n സ്ക്വയർ. ആ n സ്ക്വയറിനെ അങ്ങ് പുറത്തെടുക്കുക. അപ്പൊ മിച്ചം എന്ത് വരും? 1 പ്ലസ് 2/n പ്ലസ് 1/n സ്ക്വയർ. ഓക്കെ, ഈ n സ്ക്വയർ അങ്ങ് വെട്ടിപ്പോകും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തേ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ആയിട്ട് തന്നെ നയിക്കും. 1/n ലിമിറ്റ് എടുത്ത് എന്ത് കിട്ടും? 0 വരും. ഡിനോമിനേറ്റർ നോക്കിയാൽ 1 ആയിട്ട് നയിക്കും. 2/n ലിമിറ്റ് എടുത്താൽ 0 വരും. 1/n സ്ക്വയർ ലിമിറ്റ് എടുത്താലും 0 വരും. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ തിയറി പ്രകാരം നമ്മുടെ റോ എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി എങ്കിൽ സിഗ്മ യുനും സിഗ്മ വിനും ബിഹേവ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. നമ്മുടെ സിഗ്മ വിന്റെ ബിഹേവിയർ എന്താണ്? ഡൈവേർജന്റ് ആണ്. സോ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുള്ള സീരീസും എന്ത് തന്നെയായിരിക്കും? ഒരു ഡൈവേർജന്റ് സീരീസ് ആയിരിക്കും. പിടിയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/1 + 1/3 + 1/7 + 1/15 + എക്സെട്ര. അതിനെ ഷോർട്ടാക്കി നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ n = 1 ടു ഇൻഫിനിറ്റി 1/2n - 1 എന്ന് നമുക്ക് എഴുതാമല്ലോ. സോ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് un എന്താണ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ un എന്താണ്? 1/2n - 1. സോ നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളപ്പോൾ un എടുത്ത് എഴുതി. un എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2n - 1 എന്ന് നമ്മൾ എഴുതി. ശരിയാണല്ലോ. ഇവിടുന്ന് vn ഉണ്ടാക്കണം. അപ്പം vn നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി എന്താ? ന്യൂമറേറ്ററിൽ വലുത് ആരാണ്? 1 മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഡിനോമിനേറ്ററിൽ വലിയ ആളാരാണ്? 2/n. സോ നമുക്ക് vn ഉണ്ടാക്കാനുള്ള ആളെ കിട്ടി. vn ആയിട്ട് നമ്മൾ എന്തെടുക്കണം? 1/2n എടുക്കണം. നോക്കിയേ, ഇതിനെ സീരീസ് ആക്കി എഴുതാൽ എന്ത് വരും? ഇതൊരു ജോമെട്രിക് സീരീസ് അല്ലേ. ഇതൊരു ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ എത്രയാണ്? 1/2. അതുകൊണ്ട് ഇത് കൺവേർജ് ചെയ്ത് നമുക്കറിയാം. ശരിയല്ലേ? അതുകൊണ്ട് ഈ സീരീസ് എന്ന് പറയുന്നത് ഒരു കൺവെർജന്റ് സീരീസ് ആണെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റോ കണ്ടുപിടിക്കണം. റോ കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താണ്? റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un/vn. അപ്പൊ un ആദ്യം എഴുതുക. un എന്ന് വെച്ചാൽ 1/2n - 1 ഡിവൈഡഡ് ബൈ vn എത്രയാണ്? 1/2n. അപ്പൊ ഈ 1/2n മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് വരും? ഇത് വരും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n ഡിവൈഡ് ബൈ അല്ലെ 2n - 1. അപ്പൊ ഇവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് ഞാൻ എഴുതി കാണിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n അതൊന്ന് പുറത്തെടുത്തു. മോളി അവിടെ പുറത്തെടുക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഡിനോമിനേറ്ററിൽ നിന്ന് 2n എടുക്കുന്നു. അപ്പൊ മിച്ചം എന്ത് വരും? 1 - 1/2n. ഈ 2n ഈ 2n വെട്ടിപ്പോയി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ 1 തന്നെ നിൽക്കും. ഡിനോമിനേറ്ററിൽ ആദ്യത്തെ 1 കിട്ടും. പക്ഷെ 1/2n എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. സോ ടോട്ടലി നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് നമ്മുടെ റോ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് un-ന്റെ ബിഹേവിയറും vn-ന്റെ ബിഹേവിയറും സെയിം ആണ്. ഇവിടെ നോക്കിയേ, നമ്മുടെ vn-ന്റെ ബിഹേവിയർ സിഗ്മ vn-ന്റെ ബിഹേവിയർ എന്തായിരുന്നു? കൺവെർജന്റ് എന്നുള്ളതാണ്. എങ്കിൽ നാച്ചുറലി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സിഗ്മ un-ഉം എന്ത് ചെയ്യും? കൺവെർജ് ചെയ്യും. സോ ഇയാൾ എന്ത് ചെയ്തു? കൺവെർജന്റ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ പ്രോബ്ലം ഇതാണ്. 1 + 2 log 2 / 9 + 1/3 log 3/14
പ്ലസ് 1/4 log 4 ഡിവൈഡ് ബൈ 21 പ്ലസ് എക്സെട്ര. ഇതിന്റെ കോമൺ ഫോം ഒരു തന്നിട്ടുണ്ട്, സമ്മേഷൻ ഫോം. എന്താണ്? സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 പ്ലസ് n log n ഡിവൈഡ് ബൈ n സ്ക്വയർ പ്ലസ് 5 എന്ന് അവർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? UN എഴുതാം. അപ്പൊ UN എഴുതാൻ നമുക്ക് തടസ്സമില്ല. എന്താ? 1 പ്ലസ് n log n ഡിവൈഡ് ബൈ n സ്ക്വയർ പ്ലസ് 5 നമ്മൾ എഴുതി. ഇനി VN ഉണ്ടാക്കണം. VN ഉണ്ടാക്കാൻ വേണ്ടി ന്യൂമറേറ്ററിൽ വലിയ ക്വാണ്ടിറ്റി തരുന്ന ആളാരായിരിക്കും? n log n ആയിരിക്കും. എടുത്തു. ഡിനോമിനേറ്ററിൽ തരുന്ന ആരായിരിക്കും? n സ്ക്വയർ ആയിരിക്കും. 5 എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ n സ്ക്വയർ എടുക്കുമ്പോഴാണ് എന്തത്? n മാറുന്നതനുസരിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നോക്കി, ഇതെന്ത് വരും? log n ഡിവൈഡ് ബൈ എന്നും താഴത്തെ n സ്ക്വയർ നമ്മൾ വെട്ടിപ്പോയിട്ട് ഒരു n വെച്ച് വരും. അപ്പൊ log n ബൈ n എന്ന് കിട്ടും. പക്ഷെ നമുക്ക് log n എന്ന് പറയുന്ന ഒരു സീരീസിനെ നമുക്ക് അറിയത്തില്ല. പകരം നമുക്ക് എന്തറിയാം? 1/n എന്ന് പറയുന്ന സീരീസിനെ നമുക്കറിയാം. സോ നമ്മൾ ഇതിന് 1/n എടുത്താൽ മതി. കാരണം log n ബൈ n എന്ന് പറയുന്ന സീരീസ് നമുക്ക് ഫെമിലിയർ അല്ല. ഒരു കാര്യം ഉറപ്പാണ്, log n ബൈ n എന്ന് പറയുന്നത് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 1/n ആണ്. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ 1/n ആണ്. അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളപ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 1/n ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? VN എടുക്കുന്നത്. VN നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാൻ പോണത് 1/n ആണ്. അപ്പൊ നമ്മുടെ സീരീസ് എന്തായിട്ട് കിട്ടും? സിഗ്മ 1/n. ഇത് എന്ത് സീരീസ് ആണ്? ഇതൊരു ഡൈവർജന്റ് സീരീസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് UN ബൈ VN കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, UN ബൈ VN കണ്ടുപിടിക്കാൻ പോവാം. ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. UN എന്ന് വെച്ചാൽ എത്രയാ? 1 പ്ലസ് n log n ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഈ ഡിവൈഡഡ് ബൈ VN അല്ലെ? ഡിവൈഡ് ബൈ VN. VN എന്ന് വെച്ചാൽ 1/n. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ ഈ 1/n മുകളിലിട്ട് പോയിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? n എന്നെങ്കിൽ എഴുതിയാലും മതിയല്ലോ. രണ്ടും ഒന്നും തന്നെയല്ലേ? ഒരു സ്റ്റെപ്പും ഒഴിവാക്കി n എന്ന് എഴുതി. അപ്പം ഇതെന്ത് വരും? ഇത് വരാൻ പോണത് n അങ്ങോട്ട് ഗുണിച്ചാൽ n പ്ലസ് n സ്ക്വയർ log n അല്ലെ? n പ്ലസ് n സ്ക്വയർ log n ബൈ n സ്ക്വയർ പ്ലസ് 5 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇവിടുന്ന് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പം നോക്കാം. ലിമിറ്റ് ഇച്ചിരി എന്താ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യമാണ്. ഇവിടെ n ഉണ്ട്, കോഷ്യന്റ് ഇവിടെ n സ്ക്വയർ ഉണ്ട്. കൂട്ടത്തിൽ വലുതാരാണ്? n സ്ക്വയർ ആണ്. സോ നമ്മൾ n സ്ക്വയറിനെ അങ്ങ് പുറത്തെടുത്തു. മിച്ചം എന്ത് വരും? 1/n പ്ലസ് log n ബൈ ഇവിടുന്ന് n സ്ക്വയർ എടുത്തു. n സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? 1 പ്ലസ് 5/n. n സ്ക്വയർ വെട്ടിപ്പോയി. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/n എന്തായി പോവും? 0 ആയി പോവും. പക്ഷേ log n എന്തായി പോവും? ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി ആയി പോവും. ഡിനോമിനേറ്റർ എന്ത് വരും? 1 പ്ലസ് 0. സോ ആൻസർ എന്ത് കിട്ടും? ഇൻഫിനിറ്റി. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? റോ എന്ന് പറയുന്ന ആൾ ഇൻഫിനിറ്റിയും സിഗ്മ VN എന്ന് പറയുന്ന ആൾ ഡൈവർജന്റും ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സിഗ്മ UN എന്ത് തന്നെയായിരിക്കും? ഡൈവർജന്റ് തന്നെയായിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആള് എന്തായിരിക്കും? ദിസ് ഈസ് ഡൈവേർജന്റ്. പിടിയോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആണ്, ഡിറ്റർമൈൻ വെദർ ദ സീരീസ് സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/2 raised to k plus k കൺവേർജ് ഓർ ഡൈവേർജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് UN, ഇവരിപ്പോ UK എന്നുള്ള ടേമാണ് എഴുതിക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല അല്ലെ? UK എന്ന് വിളിച്ചാലും UN എന്ന് വിളിച്ചാലും ഒന്നും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ UK എന്ന് വിളിക്കാം. എങ്കിൽ UK എന്തായിരിക്കും ഇവിടെ വരാൻ പോണത്? 1/2 raised to k square plus k. ഇവിടെ നമ്മൾ VN കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ നിന്നുള്ള വലിയ ടേം ആരാണ്? 1 മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഡിനോമിനേറ്ററിൽ ആര് കിടക്കുന്നു? 2k² എടുക്കുന്നു. ശരിയല്ലേ? ഇത് നമുക്ക് 1/2 ഇൻറ്റു 1/k². ഈ സീരീസ് 1/k² എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ സീരീസ് എന്താണ്? സിഗ്മ 1k², k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ഇതെന്ത് സീരീസ് ആണെന്ന് അറിയാം. ഇത് നമ്മുടെ P സീരീസ് അല്ലേ? വിത്ത് P ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് അറിയാം? കൺവെർജന്റ് ആണെന്ന് അറിയാം. എങ്കിൽ ഇതിനെ ഒരു 1/2 കൊണ്ട് ഗുണിക്കുന്ന സീരീസും എന്ത് തന്നെയാണ്? അതും കൺവെർജന്റ് തന്നെയല്ലേ? ഓക്കെ, 1/2 കൊണ്ട് ഗുണിച്ചെന്നും പറഞ്ഞ ഒരു സ്കെയിലറിന്റെ മൾട്ടിപ്ലൈ എന്നും പറഞ്ഞ എന്ത് സംഭവിക്കത്തില്ല? ആ കൺവെർജൻസിന് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. സോ ഈ കിടക്കുന്ന സീരീസ് ഏത്? നമുക്ക് VK ആയിട്ട് ആരെടുക്കാം?
vk ആയിട്ട് 1/2 നമുക്ക് ചൂസ് ചെയ്യാം. കാരണം സിഗ്മ 1/2 എന്നുള്ള നാളെ എന്താണ്, കൺവെർജന്റ് ആണ്. നമ്മുടെ പി സീരീസ് തന്നെയാണ്, ഒരു 2 കൊണ്ട് ഗുണിച്ചതല്ലേ ഉള്ളൂ. ഒരു സ്കെയിലാർ കൊണ്ട് ഗുണിച്ചെന്ന് പറഞ്ഞ് കൺവെർജൻസിന്റെ പ്രത്യേകതയ്ക്ക് എന്ത് സംഭവിക്കത്തില്ല, ആ മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സിഗ്മ k = 1 to infinity vk = സിഗ്മ k = 1/2 അതൊന്ന് 1/2 പുറത്തെടുത്തു. അപ്പൊ എന്ത് വരും, 1/2 into സിഗ്മ k = 1 to infinity 1/k². ഇത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇത് ഉറപ്പായിട്ടും കൺവെർജന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഇവിടുന്ന്, ഇവിടുന്ന് നമ്മൾ റോ കണ്ടുപിടിക്കണം, അതായത് UK/VK കണ്ടുപിടിക്കണം. അപ്പൊ UK എന്താണ്, UK 1/2k² + k, ഇത് നമ്മൾ എഴുതി. ഇനി VK എന്ന് വെച്ചാൽ എന്താണ്, 1/2k² നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ എന്ത് വരും, 1/2 ഈ 2k² മുകളിൽ പോയി കഴിഞ്ഞാൽ 2k²/2k² + k എന്ന് വന്നു. ഇവിടുന്ന് k² ഔട്ട്സൈഡ് എടുക്കുന്നു, അത് ഞാൻ എഴുതാം. അവിടുന്ന് k² ഔട്ട്സൈഡ് എടുക്കുന്നു, ഡിനോമിനേറ്ററിൽ നിന്നും k² ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പൊ എന്ത് വരും, ഓക്കെ, ഈ k² വെട്ടി പോകുന്നു. ലിമിറ്റ് എടുക്കുമ്പോൾ 2/2 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഞാനൊരു പരീക്ഷണം നടത്തി നോക്കാം, ഒരു ട്രയൽ നടത്തി നോക്കാം. ഇപ്പം ചിലപ്പം എനിക്കും ഈ പ്രോബ്ലം ചെയ്തപ്പം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഈ VK ആയിട്ട് നമുക്ക് 1/k² തന്നെ എടുത്താൽ പോരായിരുന്നോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു, ഉള്ളത് പറയാലോ. എനിക്ക് തോന്നിയായിരുന്നു VK ആയിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ വന്നാൽ അതിനെ ഞാൻ ഒഴിവാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 1/k² എന്ന് മാത്രമേ എടുത്തുള്ളൂ എന്നിരിക്കട്ടെ, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെയും ഇത് ഉപയോഗിച്ചുള്ള UK/VK കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2k² + k, VK 1/k² മുകളിൽ വരുമ്പോഴത്തേക്ക് എന്തായി തീരും, അത് k² ആയി തീരും, മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k² / ഇവിടുന്ന് ഞാൻ k² എടുത്തു. അപ്പൊ എന്ത് വരും, മിച്ചം 2 + 1/k, ശരിയാണല്ലോ. k² വിട്ടുപോയി, ലിമിറ്റ് അപ്ലൈ ചെയ്താൽ തരും 1/2. കുഴപ്പമില്ല കേട്ടോ. അപ്പം റോ ആയിട്ട് 1/2 കിട്ടുന്നേ ഉള്ളൂ, ഇവിടെ 1 വന്നേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ, കൂടുതൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ സ്കെയിലാർ മൾട്ടിപ്പിൾ എന്നൊക്കെ പറഞ്ഞ തിയറി വേണമെങ്കിൽ ഇവിടെ ഒഴിവാക്കാം. നിങ്ങൾക്ക് VK ആയിട്ട് സിമ്പിൾ ആയിട്ട് പഴയതുപോലെ 1/k² എടുത്താലും മതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താലും മതി ഈ പ്രോബ്ലം. പിടിയോ ഇനി. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ്. ഇതാണ് 3/4 + 5/9 + etc. ഞാനത് സ്പീഡിൽ പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇട്ടുണ്ട്. ഇതിന്റെ സമ്മേഷൻ ഫോമിൽ തന്നിട്ടുണ്ട്, എന്ത്, സിഗ്മ 2k + 1 / k² + 2k + 1 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് UK എഴുതി, എന്ത്, 2k + 1 / k² + 2k + 1 എഴുതി. ഇവിടുന്ന് ഇനി VK കണ്ടുപിടിക്കാനുള്ള പരിപാടി നിങ്ങൾക്ക് അറിയാം. ഇവിടുന്ന് വലിയ ആൾക്കാർ എടുക്കുക, ന്യൂമറേറ്ററിൽ വലിയ ആള് 2k, ഡിനോമിനേറ്ററിൽ വലിയ ആളാരാ, k². വെട്ടിപ്പോയി എന്ത് വരും, 2/k. അപ്പൊ 2/k വന്ന സ്ഥിതിക്ക് നമുക്ക് VK ആയിട്ട് ആരെടുത്താൽ മതി, 1/k എടുത്താൽ മതി. കാരണം അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന സീരീസ് ആരാണ്, സിഗ്മ k = 1 to infinity 1/k എന്ന് പറയുന്ന സീരീസ് ആണ്. അത് എന്ത് സീരീസ് ആണ്, വിച്ച് ഈസ് എ ഡൈവർജന്റ് സീരീസ്. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് ലിമിറ്റ് UK/VK കണ്ടുപിടിക്കാം. അപ്പൊ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK നമ്മൾ എഴുതുന്നു, ഏതാ, 2k + 1 / k² + 2k + 1 / VK 1/k ആയതുകൊണ്ട് മുകളിലേക്ക് പോയത് കൊണ്ടാണ് ഇത് 2k² + k എന്ന് എഴുതിയത്. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കേണ്ട സ്റ്റെപ്പാണ് കേട്ടോ, നിങ്ങൾ തനിയെ, സിമ്പിൾ സ്റ്റെപ്പ്, ഒരു ബേസിക് ഉള്ള സ്റ്റെപ്പാണ്. ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് k² ഔട്ട്സൈഡ് എടുക്കണം, ഇവിടുന്ന് k² ഔട്ട്സൈഡ് എടുക്കണം. അപ്പൊ ന്യൂമറേറ്ററിൽ നിന്ന് k² ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് 2 + 1/k. ഡിനോമിനേറ്ററിൽ നിന്ന് k² ഔട്ട്സൈഡ് എടുത്താൽ 1 + 2/k + 1/k². അപ്പൊ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 എന്ന ആൻസർ കിട്ടും. സോ 2 ആയത് ആൻസർ കൊണ്ടും ഇവിടെ സിഗ്മ VK ഡൈവർജന്റ് ആയതുകൊണ്ടും നമ്മുടെ തന്നിരിക്കുന്ന സീരീസ് എന്ത് തന്നെയായിരിക്കും, അതൊരു ഡൈവർജന്റ് സീരീസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ k = 1 to infinity 1/2 k - 1. ഇവിടുന്ന് UK എഴുതാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, UK അപ്പം 1/2 k - 1 എന്ന് എഴുതി. ഇവിടുന്ന് VK എഴുതുമ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിൽ വലിയ ആൾ 1, ഡിനോമിനേറ്ററിൽ വലിയ ആൾ 2k. സോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കൺവെർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 1/2. ദിസ് ഇസ് ക്ലിയർലി ലെസ് ദാൻ 1. അപ്പൊ അതുകൊണ്ട് ഇതൊരു കൺവെർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്. ഇനി നമുക്കപ്പം ഇതിന്റെ കൺവെർജൻസ് ഉറപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ കൺവെർജൻസ് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, റോ കണ്ടുപിടിക്കണം. അപ്പം റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK/VK.
സോ നമ്മൾ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എഴുതി. യു കെ എത്രയാണ്? ആ 1/2 ഡിവൈഡഡ് ബൈ വി കെ 1/2 അപ്പൊ ഈ 1/2 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് വരും? 2 ഡിവൈഡ് ബൈ 2 ഓക്കെ. അപ്പൊ ന്യൂമറേറ്ററിൽ നിന്നും 2 ഔട്ട്സൈഡ് എടുക്കുക, ഡിനോമിനേറ്ററിൽ നിന്നും 2 ഔട്ട്സൈഡ് എടുക്കുക. സോ ന്യൂമറേറ്റർ 1 ആയി അല്ലെ? ആ 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ മിച്ചം 1/1 - 1/2 എന്ന് വരും. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 1/2 സീറോയിലേക്ക് പോകും, മിച്ചം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 1 ഇസ് എ പോസിറ്റീവ് അല്ലെ ഗ്രേറ്റർ ദാൻ 0 നമ്പർ ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന കമ്പാരിസൺ നടത്തിയ സീരീസും കൺവേർജന്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഉള്ള സീരീസും എന്ത് തന്നെയായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ. അപ്പം ഇത്രയും പ്രോബ്ലങ്ങൾ നോക്കുക. ഈ ലാസ്റ്റ് 2 പ്രോബ്ലം ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ആദ്യത്തെ 3 പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ. താങ്ക് യു.